കേരള പോലീസ് സംഘം. ഇപ്പോൾ NM പിള്ള ചേരുന്നുണ്ട്, മലയാളി സമാജം പ്രവർത്തകരിൽ ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കേൾക്കാമോ? കേൾക്കാം. ഞാൻ പിന്നെ ആൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ ആന്ധ്രയുടെ പ്രസിഡന്റാണ്. അതുകൂടാതെ ഇവിടെ കേരള കലാസമിതി എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ലോക്കൽ സംഘടന, അതിന്റെ അഡ്വൈസറി ബോർഡ് മെമ്പറാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു 7 മണിയായപ്പോഴാണ് ഒരു വിവരം കിട്ടി, കുട്ടി ട്രെയിനിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു കാര്യം. നമ്മുടെ എന്റെ ഒരു സുഹൃത്ത് വിളിച്ചു. കുട്ടിയെ കണ്ടത് സാർ നിങ്ങൾ? വിശാഖപട്ടണം സ്റ്റേഷൻ, ആന്ധ്രയുടെ വിശാഖപട്ടണം സ്റ്റേഷനിൽ വെച്ചാണ് ഞങ്ങൾക്ക് ഈ കുട്ടിയെ കിട്ടുന്നത്. പറയൂ. ഞങ്ങൾ 8 മണി തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഈ വണ്ടി 8:40 വരേണ്ട വണ്ടി ഇന്ന് 2 മണിക്കൂർ ലേറ്റായിട്ടാണ് വന്നത്. ഞങ്ങൾ ഈ ട്രെയിനിന് വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു. ഞങ്ങൾ ഒരു 5-8 പേര്. അങ്ങനെ ട്രെയിനിലെ എല്ലാ കമ്പാർട്ട്മെന്റിലും കയറി ഇറങ്ങി ചെക്ക് ചെയ്യുന്ന സമയത്താണ് മുന്നിലുള്ള ഒരു കമ്പാർട്ട്മെന്റിൽ നിന്നും ഈ കുട്ടി കിടക്കുന്ന രീതിയിൽ, കുറെ ആൺകുട്ടികളുടെ കൂടെ കിടക്കുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതായത് നിങ്ങൾ ഈ കുട്ടിയെ കാണാനുള്ള തിരച്ചിലിൽ തന്നെയായിരുന്നു അല്ലേ? അതിന്റെ തിരച്ചിലിൽ തന്നെയായിരുന്നു. കാരണം 7 മണിക്ക് ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടി, ഞങ്ങളുടെ അസോസിയേഷൻ റിപ്പോർട്ട് കിട്ടി, ഇങ്ങനെ ആ ട്രെയിനിൽ വരാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ട്രെയിനിൽ ഇതിനു വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു. കുട്ടിയെ നിങ്ങൾ കാണുമ്പോൾ കുട്ടി എന്ത് ചെയ്യുകയായിരുന്നു? കിടക്കുകയായിരുന്നു? കാണുമ്പോൾ കിടക്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. അത് രാവിലെ തൊട്ട് ആഹാരമൊന്നും കഴിച്ചിരുന്നില്ല. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ആഹാരം മേടിച്ചു കൊടുത്തു. CRPFന് കൈമാറി. അവർ ചൈൽഡ് വെൽഫെയർ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ചൈൽഡ് വെൽഫെയറിന് കൈമാറും കുട്ടിയെ. ഇപ്പോഴും അവൾ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടായിരുന്നു? അതായത് അവശ്യ നിലയിൽ തന്നെയാണ് സംസാരിക്കുന്നുണ്ട്. വിഷമം ഞാൻ ചോദിച്ചു, എന്തിനാണ് നീ ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അമ്മ വഴക്ക് പറഞ്ഞു, എനിക്ക് ആ വിഷമത്തിൽ ഞാൻ പുറത്തിറങ്ങി പോന്നു, പിന്നൊന്നും എനിക്കറിയില്ല എന്നുള്ളതാണ് ആ കുട്ടി പറയുന്നത്. അതായത് അസമീസ് ഭാഷയിൽ കുട്ടി ഇത്രയും കാര്യങ്ങൾ വിവരിച്ചു അല്ലേ? ഹിന്ദി ഒരുവിധം നമ്മള് പറയുന്നതിനൊക്കെ ഇത് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്നെ RPF വരെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഓക്കെ. ശരി. ഇപ്പോൾ NN പിള്ള ആണ് സംസാരിച്ചത്. അദ്ദേഹവും ഉണ്ടായിരുന്നു കുട്ടിയെ കണ്ടെത്തുന്ന ആ ഒരു മലയാളി സമാജം പ്രവർത്തകരിൽ.